വീഡിയോയിൽ കേരളത്തിൽ നിന്ന് കാശ്മീരിൽ എവിടേക്ക് പോകണം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാശ്മീരിലെ ശ്രീനഗറിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ്. ഫബീറാണ്, വെൽക്കം ബാക്ക് എഫ് വ്ലോഗ്. കേരളത്തിൽ നിന്ന് കാശ്മീരിൽ ശ്രീനഗറിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. സ്വന്തം വണ്ടി, ബൈ ഫ്ലൈറ്റ്, ബൈ ട്രെയിൻ. സ്വന്തം വണ്ടിയിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുഷ്കിലാണ്. ഫ്ലൈറ്റിലാണ് പോകണമെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ട്രെയിൻ ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. ശ്രീനഗറിന്റെ തൊട്ട് താഴെയുള്ള ജമ്മു താവിയിലേക്കോ അല്ലെങ്കിൽ ഉധംപൂരിലേക്കോ ട്രെയിൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ജമ്മു താവിയിലോ ഉധംപൂരോ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഷെയർ ടാക്സി വിളിച്ചിട്ട് ബനിഹാലിലേക്ക് ഒരു 4.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ബനിഹാലിൽ നിന്ന് വീണ്ടും ട്രെയിൻ കയറിയിട്ട് ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ഇനി ശ്രീനഗർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് ഒരു 100 കൊടുത്തു കഴിഞ്ഞാൽ ദാൽ തടാകത്തിന്റെ തൊട്ടടുത്ത് എത്താൻ പറ്റും. ദാൽ തടാകത്തിന്റെ തൊട്ടടുത്ത് എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 4 ദിവസം കാശ്മീരിൽ അടിച്ചു പൊളിക്കുന്ന ഒരു പാക്കേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 99 46 65 99 15 എന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൽ